ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതപ്പോ ഞങ്ങൾ ട്രിപ്പ് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങളുള്ളത് മുത്തച്ഛന്റെ വീട്ടിലാണേ. അപ്പൊ മുത്തച്ഛന്റെ മോള് നീയക്കുട്ടിന്റെ മുടിയൊക്കെ കെട്ടി വൃത്തിയാക്കി കൊടുക്കാണ് കേട്ടോ. നമ്മൾ കുഴൽക്കിണർ കുത്തിയതിന്റെ അന്നത്തെ രാത്രിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ട്രിപ്പ് പോകുന്നതും. വെളിച്ചത്ത് കോഴിക്കുട്ടികൾ ഇറങ്ങാൻ മതി നടക്കുന്ന ഗായ്സ്. സിനാനും ഉണ്ട് ഗായ്സ്. ഞങ്ങൾ ഇവിടെ നടക്കാണ് ഗായ്സ്. ഞങ്ങൾക്ക് തുണക്കൊരു പൂച്ചക്കുട്ടി ഉണ്ട് ഗായ്സ്. അവിടെ കണ്ടോ പൂച്ചക്കുട്ടി? ഈ ഒരു ട്രിപ്പിൽ നിന്ന് ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതേനി കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. ഇതേപോലെ തന്നെ നമ്മൾ ആ കിണറിന്റെ ആ ഒരു പ്രശ്നം ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കൊണ്ടേനി കേട്ടോ. ഈ ട്രിപ്പ് പോണീൻ്റെ 2 ദിവസം മുന്നേ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കുടുംബത്തിൽ തന്നെ. അപ്പോൾ ആ കല്യാണത്തിന് എല്ലാവരും പാടത്ത് കൂടിയപ്പോൾ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. നമുക്ക് എറണാകുളത്ത് ഒന്ന് പോയി ചുറ്റി കണ്ട് വന്നാലോ എന്നുള്ളത്. പലരും ട്രെയിനിൽ കയറിയിട്ടില്ല. പിന്നെ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ മെട്രോയും അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും പാടൊരു വൈബാക്കിയാണ് അങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇളച്ചികളും മുത്തശ്ശികളും നാത്തുമാരും അങ്ങനെ ഹസ്ബൻഡിൻ്റെ വരിയിൽ എല്ലാവരും കൂടിയിട്ടാണ് അങ്ങനെ പോണത് കേട്ടോ. പിന്നെ സൈനക്കുട്ടന് ഇന്ന് ആൾ ഡീസൻ്റ് ഇനി കേട്ടോ. അന്ന് മാമാന്റെ പേരിക്ക് കല്യാണത്തിന് പോയ മാതിരി ഒന്നും അല്ല ഇനി. ഇന്നിപ്പോൾ ഓന് എല്ലാവരും അറിയണോലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ അടുത്തേക്കും ഇങ്ങനെ പോണൊക്കെ ഉണ്ട് ഇനി കേട്ടോ. ഇന്നെ മാത്രമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. ഇനി അറിയാത്തവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഓന് ഞാൻ തന്നെ എടുക്കണം, ഞാൻ തന്നെ ഇതാക്കണം എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാല് 2 ദിവസമായിട്ട് രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിനിൽ കയറി സെറ്റായിരിക്കണേ. ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയതിന്റെ പൊലിവാണ് കാണിക്കുന്നത്. അടികൂടി വിൻഡോ സീറ്റ് ഗായ്സ്. ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ട്. മിന്നുവിന്റെ വക ഒരു മറ്റേ സിനിമയുടെ ഡയലോഗ് ഒരു രാത്രി ഒരു പോള കണ്ണടക്കാതെ ഉണ്ടാക്കിയതാണ്. കൊണ്ട ഒരു പോള കണ്ണടക്കാതെ നെയ്യപ്പം ഞാൻ ഓളാണ് ഉണ്ടാക്കിയത്. ഞാൻ ഒരു പോള കണ്ണടക്കാത്തോണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി. ഓളാ ചെറിയ മല്ല് മാത്രമുണ്ട്. ഓക്ക് വാരിത്തേമാ തന്നെ നേരം തന്നെ. ഞാൻ ഒന്നാമത് പോവാൻ വേണ്ടി മടിച്ചീന കാരണം എന്താ വെച്ചാൽ കിണർ കുത്താൻ ഇന്ന് വരും നാളെ വരും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ദിവസം ഇങ്ങനെ നീട്ടി നീട്ടി പോയപ്പോഴേ എന്റെ മാപ്പിളങ്ങളെ വ്ലോഗ് കാണലുണ്ടോ? എന്നെ കാണും. അതിങ്ങനെ പറയില്ലേ. അപ്പൊ അങ്ങനെ നീട്ടി നീട്ടി പോയപ്പോ നമുക്ക് മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ. ഇങ്ങനെ ഇനിയൊരു ട്രിപ്പൊന്നും പോകാനുള്ള ഒരു ഇതില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ എല്ലാവരും പോയിക്കോളി, ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൽക്കും തന്നെ സങ്കടം ഇനിയെ. എല്ലാവരും പോരുമ്പോൾ ഒരാൾ മാത്രം ഇല്ലാതെ ആകുമ്പോൾ ഓൽക്ക് ഭയങ്കര ഇടങ്ങേറ് വിഷമേനി. പിന്നെ എല്ലാവരും വാട്സപ്പിൽ കൂട്ട പ്രാർത്ഥനയ്ക്ക് കേട്ടോ ഒന്ന് വേഗം വന്നുങ്ങാണ്ട് ആ കിണറിന്റെ പണിയൊന്ന് പൂർത്തിയാക്കുകയാണെങ്കിൽ അന്ന് അതിന് പിറ്റേന്നാണെങ്കിൽ നിങ്ങൾ പോരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. 1 ഡേ ട്രിപ്പായിട്ട് എറണാകുളം പോവാണ്. നിലമ്പൂർ ടു എറണാകുളം. മുത്തൂസിന്റെ ഇവിടെ, മിന്നുണ്ട് ഇവിടെ, ഇവിടെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ നമ്മൾ ദൂരം പോയിട്ട് വെറുതെ അപ്പൊ അതിൻ്റെ അടുക്ക് വിൻഡോ സീറ്റിന് വേണ്ടി ഇവിടെ അടിയൊക്കെ നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും കേട്ടോ. പിന്നെ രാത്രിക്ക് 3 മണിക്ക് കഴിഞ്ഞിട്ടോ ഞങ്ങൾക്കുള്ള ട്രെയിന്. അതുകൊണ്ട് അധികം ആളൊന്നുമില്ല. ഇനി ഞങ്ങൾക്ക് ഒരുപാട് സീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിന് കേട്ടോ. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ ഓൽക്കൊക്കെ ഇങ്ങനെ സമയം പോകണ്ടേ. അപ്പൊ ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഓൽക്കൊക്കെ എല്ലാവർക്കും ഒരു വിഷമേനി കേട്ടോ. കാര്യങ്ങളില്ലാതെ ഒരു രസമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം നോക്കണേ, ഞാനില്ലെങ്കിൽ ഓൽക്ക് ആ ട്രിപ്പ് പോകാനുള്ള രസമില്ലാന്ന്. അപ്പൊ ഇതിന്റെ ഒരു നിലയും വില എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്നാമത്തെ നിലയും വില എന്താ വെച്ചാല് ഓൽക്ക് എവിടെയെങ്കിലൊക്കെ നിൽക്കുമ്പോ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പിന്നെ ഞാൻ വേണല്ലോ. ഓൽക്കാണ് വൈബ്. അങ്ങനെ ഫോട്ടോയും വീഡിയോ എടുക്കാനും ഒക്കെ പിന്നെ ആളുമാണല്ലോ. അപ്പൊ അങ്ങനെയും പിന്നെ എല്ലാവരും പാട് കൂടുമ്പോൾ അതൊരു വൈബ് തന്നെയാണ്. അതിനിപ്പോൾ ഒരാൾ ഒഴിവാകുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഇടങ്ങേറ് തന്നെ കാരണം. അങ്ങനെ നിങ്ങൾ ഉണ്ടാവൂലേ എന്നിട്ട് എല്ലാവരും മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ഇനി. അപ്പൊ അങ്ങനെ ആയപ്പോ തന്നെ എനിക്കും തന്നെ പോകാനുള്ളൊരു ത്വരയിനി കേട്ടോ. ഞാൻ പറഞ്ഞ് ഈ കിണറിന്റെ ഇതൊന്ന് കഴിയുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
അങ്ങനെ കിണർ കുത്തലൊക്കെ അന്ന് കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്ത് എല്ലാവരും വന്നേനി കേട്ടോ. മുത്തച്ഛികളും നാത്തൂനും അച്ഛനും എല്ലാവരും പാടെ വന്ന് നിന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ പിന്നെ താത്തന്നോട് പറഞ്ഞിട്ടുണ്ടേനി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന നൂഡിൽസ് ഒക്കെ ഉണ്ട് വിതരണം ചെയ്യണത്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ ഒരു തല ഇങ്ങനെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5 മണിക്കൂറൊക്കെ ട്രെയിനിലിരുന്നില്ല യാത്ര ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഷൊർണൂരിൽ നിന്നൊരു വേറെ ട്രെയിൻ മാറി കയറി ഒക്കെ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. കുഴൽക്കിണർ കുത്തണീന്റെ തലേന്ന് അന്ന് വരും എന്ന് പറഞ്ഞാണ്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോ. അപ്പൊ പിന്നെ അന്തിക്ക് ഒരു സമാധാനിച്ചുണ്ടായിട്ടില്ല ഉറങ്ങാനെ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കടന്ന് നേരം വെളുപ്പിച്ചിരിക്കേനി കേട്ടോ. പിന്നെ അന്ന് കുഴൽക്കിണർ കുത്തി റാഹത്തായി. പിന്നെ അന്ന് രാത്രിക്ക് 1 മണിക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. ഒരു 1:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഒരു 3 മണിക്കുള്ള ട്രെയിനിന് പോവാൻ അങ്ങനെ കണ്ട് അപ്പൊ പിന്നെ മൂത്തച്ചി താത്ത വന്നപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കടന്നുറങ്ങാൻ നിൽക്കണ്ട, വേഗം മാറ്റി ഒരുങ്ങിയിട്ട് അങ്ങോട്ട് പോരാനില്ല. താത്ത പോയപ്പോ താത്തക്ക് വന്നിട്ട് ഒരു 7 മണി 8 മണി ഒക്കെ ആയപ്പോഴത്തേനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ അപ്പൊ തന്നെ പോരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അന്ന് തന്നെ ഞാൻ ഈ കുഴൽക്കിണറിന്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തെങ്ങാണ്ട് പിറ്റേ ദിവസം വീഡിയോ അപ്ലോഡ് ആക്കേണ്ടിനി എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും കുട്ടികൾക്ക് ഫുഡും എല്ലാം കൊടുത്ത് എല്ലാം ഞങ്ങൾ ഡ്രസ്സും ഒക്കെ എടുത്ത് എല്ലാം സെറ്റായി. ഒരു രാത്രി 11 മണി ആവാനായപ്പോഴത്തേന് പിന്നെ കുഞ്ഞുട്ടി വേഗം എന്നെ കൊണ്ടുപോയാണ്ട് താത്താൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിട്ടി മക്കളെ ഇടുക. ഒന്നുകൂടി പറഞ്ഞാ അപ്പൊ തലേ ദിവസത്തെ ഉറക്കം പോയി, അന്നത്തെ ഉറക്കം പോയി. എനിക്കാണെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങല് ഭയങ്കര ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. എനിക്ക് ഉറങ്ങാൻ തന്നെ പറ്റൂല. പലർക്കും ഉറക്കം വന്നിട്ടുണ്ടായില്ല. അതാ പെണ്ണും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഓള് ഇനി കുട്ടികളൊക്കെ നിയന്ത്രിച്ചിന് ഒരാളായി കേട്ടോ. ഓള് കുട്ടികളാണെങ്കിൽ ട്രെയിനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും. അപ്പൊ അങ്ങനെ ട്രെയിനിൻ്റെ ആകുമ്പോൾ ഡോറങ്ങനെ അടക്കൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഓളേനി കേട്ടോ പാപം. അതൊക്കെ നോക്കി എല്ലാവരും നോക്കി നടത്തിയ ആള്. ഞങ്ങൾ ബുധനാഴ്ചയാണ് പോയിട്ടുണ്ടായിന് കേട്ടോ. വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളിൽ പോരാത്തോലും ഉണ്ട് കേട്ടോ. കുഞ്ഞുട്ടിക്ക് പോരാൻ പറ്റിയിട്ടില്ല. കാരണം കുഞ്ഞുട്ടിക്ക് തലേ ദിവസം നമ്മൾ ഈ കുഴൽക്കിണർ കുത്തണ അന്ന് ലീവ് കിട്ടിയതുകൊണ്ട് ഇന്ന് എന്തായാലും ലീവ് കിട്ടൂല. അപ്പൊ പിന്നെ കുഞ്ഞുട്ടി ഇല്ല. അതേപോലെ മൂത്തച്ഛന്മാരില്ല. വലിയ മൂത്തച്ഛനുണ്ട്, ബാക്കി 2 മൂത്തച്ഛന്മാരില്ല. അപ്പൊ ഒക്കെ ഇതേമാതിരി അവൾക്ക് എന്താണ് ഇങ്ങനെ ശനി ഞായറൊന്നും അല്ലാത്തതുകൊണ്ട് ലീവില്ലാത്തതുകൊണ്ട് അങ്ങനെ ചിലരൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇല്ലോലൊക്കെ പാടെ കൂടിയിട്ട് ഞങ്ങൾ 3 മൂത്തച്ചികളും ഇളച്ചനും പിന്നെ ഞാനും മക്കളും അങ്ങനെ പിന്നെ നാത്തൂനും ഒരു നാത്തൂനുള്ള കേട്ടോ, ഒരു നാത്തൂനും മക്കളും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇല്ലോലെല്ലാവരും പാടെ ഒപ്പിച്ചിട്ട് അങ്ങനെയാണ് പോകുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം പറഞ്ഞ് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ. പക്ഷെ അപ്പോഴൊക്കെ എന്തെങ്കിലും തടസ്സമായിട്ട് അങ്ങനെ പോവേ. പക്ഷെ ഇതൊരു 2 ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകില്ലേ എന്ന് പറഞ്ഞ് തീരുമാനിച്ചപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ കൂടാനും പറ്റി. അപ്പോൾ അതുകൊണ്ട് ഈ ട്രിപ്പ് അങ്ങനെ നീണ്ടിട്ടില്ല കേട്ടോ. എന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ എന്നറിയോ. പക്ഷെ എന്തായാലും ഞങ്ങൾ പിന്നെ കുറച്ചൊന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ട്രെയിനിൽ കയറാത്ത ഇനി ചെറിയ മക്കളൊന്നും അധികം ട്രെയിനിൽ കയറാത്ത പോലെയൊക്കെയാണ്. അപ്പൊ അതും നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതില് അങ്ങനെ അതിൽ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ വന്നിട്ട് വാട്ടർ മെട്രോയിലാണ് കേട്ടോ കയറിയിരിക്കണത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. ഞാൻ പറഞ്ഞില്ലേ രാത്രി 3 മണിക്ക് ട്രെയിൻ കയറി രാവിലെ ഒരു 7 മണി 7:15 ആയപ്പോൾ തന്നെ ഞങ്ങൾ എറണാകുളം വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഒരു 7:45 ആയപ്പോൾ തന്നെ ഈ സാധനത്തിൽ ഞങ്ങൾ വന്ന് കയറിയിരിക്കണം കേട്ടോ. അത്ര രാവിലേക്ക് അത് ഇതൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ജനുവിന് ശരിക്ക് കാഴ്ചകൾ കാണാത്തതുകൊണ്ടും ഓൻ എന്താ തൊട്ട് ബാക്കിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മുത്തച്ഛനും ഓൻ ഇരിക്കണ്ടേന് കേട്ടോ. അപ്പോൾ കാക്കൂൻ്റെ മടിയിൽ വന്നിരുന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ട്രിപ്പ് പോകാനും കാഴ്ചകൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു വൈബ് ഉണ്ടായത് എൻ്റെ ആങ്ങള കാർ എടുത്തതിന് ശേഷമാണ് കേട്ടോ. കാർ എടുത്തതിന് ശേഷം ഓന് ഇടയ്ക്ക് അങ്ങോട്ട് പോവില്ലേ ഇങ്ങോട്ട് പോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓന് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ എന്നെയും കുട്ടികളൊക്കെ കൂട്ടും. അങ്ങനെ ഓൻ്റെ കൂടെയാണ് ഞാൻ പല പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് ദൂരങ്ങളൊന്നും അല്ലെങ്കിലും പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് തൃശ്ശൂർ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളും ഒക്കെ പല പല കാഴ്ചകളും ഒക്കെ
ഞാനും കുട്ടികളൊക്കെ കണ്ടത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ട്രിപ്പിന് ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിൽ ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് വേഗം ഈ കിണറിന്റെ പണിയാണ് കഴിഞ്ഞാൽ എനിക്ക് പോവേനി എന്നുള്ളത് ഉണ്ടായിന്. കാരണം ആ ഒരു ഇടങ്ങേറ് ഇങ്ങനെ മനസ്സിൽ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ട്രിപ്പിന് പോകുന്ന ഒരു വൈബൊന്നും ആ ഒരു ആസ്വാദനം ഒന്നും എനിക്ക് കിട്ടൂല. പക്ഷെ അന്ന് വെള്ളമൊക്കെ കണ്ട് നല്ല റാഹത്തായപ്പോൾ എനിക്കും തന്നെ ഇതിൽ പോരാനുള്ള ഒരു കമ്പനി കേട്ടോ. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടേനി കേട്ടോ, കുഴൽക്കിണറിനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ടേനി. അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇതെന്തായാലും ഞങ്ങൾ ട്രിപ്പും വൈബൊക്കെ അല്ലേ, അപ്പം അത് ആ ഒരു വീഡിയോ അങ്ങനെ പോട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള ഇതൊക്കെ പറഞ്ഞ് കുറച്ചും കൂടിയൊക്കെ നിങ്ങൾ ചോദിച്ച സംശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിലൊക്കെ കയറി പിന്നെ ഇതാ വന്നത് ബീച്ചിലാണ് കേട്ടോ. പിന്നെ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ബാഗിൽ കുട്ടികൾക്കും എനിക്കൊക്കെ ഓരോ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടെങ്കിൽ. ആ സാധനം പൊന്തിക്കാനോ? നോ ഐഡിയ. അതിനെന്താ പറയാ, കനാലോ? ഇത് പൊട്ടത്തിയാണ് ഇരുത് കേട്ടോ. ഭൂമി ആദ്യം ഇങ്ങനെ, പിന്നെ അത് ഇങ്ങനെ. ഓളോ മന്ദബുദ്ധി, ഞാൻ അതിനും വലിയ മന്ദബുദ്ധി. അപ്പൊ പിന്നെ നോക്കി എന്തും പറഞ്ഞ് പറ്റിച്ചാലോ. ബീച്ചിലൊക്കെ ഇറങ്ങിയാണ്ട് ആകെ മോശമാക്കുകയാണെങ്കിൽ വേറെ ഡ്രസ്സ് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞങ്ങൾക്ക് 4 ആൾക്കും ഓരോരോ കൂട്ടെടുത്തിട്ട് ഒരു ബാഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പിടിച്ചനാളെ അജിക്കുട്ടനാണേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അജു ഇങ്ങനെ തോളിലേറ്റി നടക്കുന്നത് കേട്ടോ. അതിന് മാത്രം കാരണമൊന്നുമില്ല, പക്ഷെ എന്നാലും കുറേ ദൂരം ഇങ്ങനെ ഏറ്റി നടക്കുമ്പോൾ ഒരു ഇടങ്ങേറ് തന്നെയാണ് കേട്ടോ, പാവം. എന്നാലും ഇടയ്ക്ക് കാക്കോളടുത്തൊക്കെ മുത്തശ്ശിമാരെ മക്കള് ഓരോരുത്തൊക്കെ ഇങ്ങനെ കാക്കോളത്തൊക്കെ മാറ്റിയൊക്കെ ഓരോക്കെ പിടിച്ചു കൊടുത്ത് സഹായിച്ചിട്ടൊക്കെ ഉണ്ടായി കേട്ടോ. എവിടെയെങ്കിലും വല്ല ബസ്സിലൊക്കെ കയറുമ്പോൾ വേഗം എൻ്റെ കാലിൻ്റെ ഓട്ടിൽ കൊണ്ടുവന്ന് ഇടും കേട്ടോ ബാഗ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചിലപ്പോൾ ഇനി പിടിക്കൽ തന്നെ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, ഇറങ്ങാനാകുമ്പോൾ ഓടി വന്നിട്ട് ഓരോ ആ ബാഗ് എടുത്ത് തോളിലിടുക. മൂത്തമാരെ കൈ മുടിച്ചിട്ട് നിയമോളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം കേട്ടോ. മൂത്തമാരെ മക്കളൊന്നും ചെറുതൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ മക്കൾ ചെറുതായതുകൊണ്ട് പാവം ഓൽക്കും പണി ഉണ്ടായിന് കേട്ടോ, ഓരോന്നിനെ ഏറ്റാനും. ജനക്കൂട്ടന് ഈ ബീച്ചിലൊക്കെ നടന്ന സമയത്തൊക്കെ ജനക്കൂട്ടൻ ഉറങ്ങിയേന്. അപ്പൊ എന്റെ 3ാമത്തെ മുത്തശ്ശേരി കേട്ടോ, അത് കുറേ നേരം ഓനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടായത്. ആ സാധനം പോണില്ല, അവിടെ നിൽക്കാൻ നോക്കേ പൊന്നെ, അതിക്ക് ചാടല്ലേ പൊന്നാരം മള. ഇതൊക്കെ വെറുതെ ഒരു തൊടുത്തൊരു അവിടുന്ന്. അപ്പൊ നമ്മള് വന്നത് ആ സാധനം അവിടെ തന്നെ നിൽക്കാതെ പോണില്ലേ അഫിയെ, വല്ലാതെ ചാരൻ്റെ എണ്ണയെ ഇതിനൊന്നും ബലമില്ലാ തോന്നുന്നു. അങ്ങനെ ബീച്ചിന്റെ കാഴ്ചകൾ കണ്ട് പിന്നെ കുറച്ചു നേരം അവിടെ പാർക്കൊക്കെ ഉണ്ടേനി കേട്ടോ. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ടേനി. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് ജങ്കാറിലും കയറിയിട്ടുണ്ടേനി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതിലും കയറിയിട്ടുണ്ടേനി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 മണിയായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. അപ്പം ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സിന് ലുലു മോൾക്ക് വന്നിട്ടുണ്ടേനിയെ. അപ്പം ഞങ്ങൾ രാവിലെ 7:15 ഇറങ്ങി വൈകുന്നേരത്തെ 5:45 ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ കേട്ടോ. അത്രയും സമയത്തിൻ്റെ ഉള്ളിൽ പറ്റണോടൊക്കെ ഒന്ന് കണ്ട് ഒക്കെ ഒന്ന് ആയി വരിക അങ്ങനെയുള്ളതാണ് കേട്ടോ. ലുലു മാളൊന്നും ഇങ്ങനത്തെ ഷോപ്പിംഗ് മാളൊന്നും കാണാത്തവരും ഉണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തിൽ. അധികം അങ്ങനെ എങ്ങോട്ടും പോവാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആങ്ങളെങ്ങനെ കൊണ്ടുപോകണമുണ്ട്. ഞാൻ പല പല സ്ഥലങ്ങളും ഹൈലൈറ്റ് മാള്, ശോഭ സിറ്റി അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിക്കണം കേട്ടോ. അപ്പം എനിക്ക് ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇവിടുന്നൊന്നും ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും കുട്ടികൾക്കൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വെറുതെ അങ്ങോട്ട് എസ്കലേറ്ററിൽ മോള് വരെയൊക്കെ ഒന്ന് പോയി അതിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ പിന്നെ വേഗം തിരിച്ചു പോന്നിട്ടുണ്ടായിനി. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് പിന്നെ ഇവിടേക്ക് പോകണം. ഇവിടേക്ക് നമുക്ക് സാധാ ട്രെയിന് എൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഈ മെട്രോയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഫോട്ടോയിലും വീഡിയോയിലും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ കൂട്ടത്തിൽ പലരും ഇതൊന്നും കാണാത്തതും എക്സ്പീരിയൻസ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ എപ്പോഴും വീട്ടിൽ ഇരിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലേ. കാരണം ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കാനുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവും. നമ്മുടെ വാതിൽ തുറക്കൂലല്ലോ, ഇല്ലായിരുന്നു താത്ത. അവിടെ നിൽക്കണ്ട, വാതിൽ പറഞ്ഞാൽ അങ്ങോട്ട് ചാരണ്ട ട്രെയിൻ
മെട്രോയിലാണെങ്കിൽ ഒട്ടുക്കത്തെ തിരക്കേന് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല. അങ്ങനെ അതാ ഓടി എത്തിയപ്പോൾ നമുക്കുള്ള ട്രെയിൻ ഇതാ ഇളിച്ചം കാട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു തല ആണുങ്ങളൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയിക്കണ്. അപ്പം ഞങ്ങൾ അപ്പോൾ തന്നെ വേഗം കുട്ടികളെയൊക്കെ കൊണ്ടേ ട്രെയിനിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ രാവിലെ പോകുന്ന ആ മെമോക്ക് തന്നെയാണ് ഞങ്ങൾ തിരിച്ചും പോണത് കേട്ടോ. ഇത് ഞങ്ങൾക്ക് നേരിട്ട് നിലമ്പൂർ വരെ ഉണ്ട് കേട്ടോ. ഇതാകുമ്പോൾ മാറി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതാ ഞങ്ങൾ ഏകദേശം ഒരു 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം എന്താ നിലമ്പൂർ എത്താനായിക്കണം കേട്ടോ. ഞങ്ങൾ എത്താനായപ്പോഴത്തേന് ഒരുവിധം സീറ്റുകളൊക്കെ കാലിയായി. ഇതിൻ്റെ ചെറിയ മുത്തച്ഛിയാണ് കേട്ടോ. ആളെ മുഖത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ മിക്കവാറും താത്തഞ്ഞ് ശരിയാക്കും. വലിയ എൻ്റെ ചെറിയ മുത്തച്ഛിയും മൂന്നാമത്തെ മുത്തച്ഛി അതിൻ്റെ മോനുമാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ യാത്ര ഇവിടെ അവസാനിക്കണേ. യാത്ര അവസാനിക്കാനായപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിന്. കാരണം ഒരു ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എൻജോയ് ഒക്കെ ചെയ്തു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.